ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്ക് ഫ്ലോർ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് അളവിലാണ് ഞാൻ കാണിക്കുന്നത്. 250 ml കപ്പാണ്. ഇനി ഇതിൽ നിന്ന് കറക്റ്റ് 2 ടേബിൾ സ്പൂൺ നമുക്ക് ഒന്നെടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ എടുത്തിട്ടുള്ള മൈദയ്ക്ക് പകരം നമുക്ക് കറക്റ്റ് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഹോം മെയ്ഡ് കേക്ക് ഫ്ലോർ റെഡിയാക്കാനായിട്ട് മൈദയും കോൺഫ്ലോറും മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു 5 തവണ അരിച്ചെടുക്കണം. അങ്ങനെ 5 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 കപ്പ് അളവിൽ മാത്രമേ ഉള്ളൂ. കൂടുതൽ അളവിലുണ്ടാക്കിയിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിച്ച് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. 3 കപ്പ് മൈദയാണ് എടുക്കുന്നതെങ്കിൽ 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക. ഇതുപോലെ 5 തവണ അരിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വില കൊടുത്തിനി കടയിൽ നിന്നൊന്നും കേക്ക് ഫ്ലോർ വാങ്ങിക്കേണ്ട, വീട്ടിൽ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ മൈദ മാത്രം ചേർത്തുണ്ടാക്കുന്ന കേക്കിനേക്കാളും ഈ ഒരു കേക്ക് ഫ്ലോർ ഉണ്ടാക്കി ചേർത്താൽ സൂപ്പർ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.